ശ്രീഗണേശാശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം. ദശകം 94. തത്വജ്ഞാനോത്പത്തി. നിഷ്കാമമായി ചെയ്യും കർമ്മം കൊണ്ടു ശുദ്ധരായിടുന്നോർ പരബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞിടുന്നു. പരമാത്മാവാകും നിന്നിൽ ഭേദഭാവം ഉണ്ടാകുന്നു. മായ ദേഹബന്ധം കാരണം. ഗുരു ശിഷ്യർ ഉത്തരധരാരണികളായിടുമ്പോൾ സ്ഫുടമായി പ്രകാശിക്കും ജ്ഞാനാഗ്നി തന്നിൽ. മായാവനം ദഹിക്കുന്നു ജ്ഞാനാഗ്നിയടങ്ങിയിടുമ്പോൾ മണിവർണ്ണ സർവസ്വവും ഭഗവത്മയം. സകല ദുഃഖവും നീങ്ങാൻ ഭഗവത് പ്രാപ്തിയല്ലാതെ വേറൊരു മാർഗവുമില്ല അറിയുന്നു ഞാൻ. അഗതവും ഷഡ്ഗുണ്യവും ഇഷ്ടകർമ്മ വൈദികവും അറിയാതെ എങ്കിൽ പോലും ദുഃഖം തന്നിടും. വൈകുണ്ഠം പോൽ ഭയമില്ലാത്തിടമേതു വേറെയുണ്ട്. പത്മഭൂവും മോഹിക്കുന്നു വൈകുണ്ഠപദം. കഷ്ടപ്പെടും ജനത്തിനു ഇഷ്ടമേകും ഭഗവാനെ, എൻ്റെ എല്ലാ ബന്ധങ്ങളും മുറിച്ചിടേണേ. ഞാനും നീയും ഒന്നു തന്നെ എന്ന തത്വമറിയുന്നു. അതിനാലേ ബന്ധമില്ല മോക്ഷവുമില്ല. ദേഹവൃക്ഷത്തിലിരുന്നു ബദ്ധൻ വിഷയം നുകരും. ജീവമുക്തൻ വിഷയമം ഫലം തിന്നില്ല. അന്ധക്കരണ ശുദ്ധിയില്ലാത്തവനു ലഭിക്കില്ല ജീവൻ മുക്തി. ഭക്തി നൽകും മനഃശുദ്ധിയും. അതുകൊണ്ടു ദൃഢഭക്തി അടിയനു നൽകിയിടേണേ. ഭക്തി കൊണ്ടു തത്വജ്ഞാനം നേടിയിടും ഞാനും. ഭഗവാനെ അറിയാതെ മുരടിച്ച വൈദികന്മാർ ഭക്തിജ്ഞാനമില്ലാത്തതം ശാസ്ത്രം ചുമക്കും. ഭഗവാന്റെ അവതാര കഥകളെ വർണ്ണിക്കാത്ത വാക്കുകളെ ഒരിക്കലും നമിക്കില്ല ഞാൻ. അവിടുത്തെ അറിയുക എളുപ്പമല്ലെങ്കിൽ പോലും ആരാധന സത്സംഗവും കൊണ്ടു വേഗത്തിൽ ഭക്തനാകാം. ഭഗവാനോ ശത്രുവിനു പോലും നൽകും മുക്തി എന്നും അറിയുന്നു ഭക്തപൂജിത. കയ്യിൽ കിട്ടുന്നവയെന്തും നിനക്കായി സമർപ്പിക്കാൻ, നിന്റെ ദാസ്യവേലകളെ നടത്തിടുവാൻ. സർവസ്വവും ഭഗവാനാണെന്ന ബോധം നിറയുവാൻ സർവേശ്വരാ ഭവദ്ഭക്തി ഒഴുകിടേണേ. ദാനഹോമ കർമാദികൾ സായുജ്യത്തെ നൽകുന്നില്ല. ഭക്തി കൊണ്ടു സായുജ്യത്തെ എളുപ്പം നേടാം. ഉത്തമകളാകും ഗോപസ്ത്രീകളെ പോലടിയനും ഉത്തമ ഭക്തി നൽകണേ, രോഗം മാറ്റേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.